ഭർത്താക്കന്മാർ അഭിനയം നിർത്തിച്ച നടികൾ. സിനിമയുടെ മുഖശ്രീകളാണല്ലോ താരറാണികൾ. താരറാണികളെ ആരാധകർ ഇഷ്ടപ്പെട്ട് അവരുടെ സിനിമയ്ക്കായി കാത്തിരുന്ന് അവരഭിനയിച്ച സിനിമകളെല്ലാം വൻ വിജയമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച് അവരെ സ്വപ്നം കണ്ടു തുടങ്ങുമ്പോൾ ആരാധകന്റെ കരള് പിളർത്തി നായികയെ കല്യാണം കഴിച്ച് കൂട്ടിലടയ്ക്കും. പാർവതി, മലയാളത്തിന്റെ ഉണ്ടക്കണ്ണ്. എത്ര സിനിമകൾ! ആരാധകരുടെ നാടൻ സുന്ദരി. ജയറാം എന്ന മിമിക്രി കളിച്ചു നടന്ന പയ്യൻ കേറി സിനിമയിലെത്തി പാർവതിയോടൊത്ത് അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ 2 മിമിക്രി നമ്പർ കാട്ടി പോരുന്നോ എന്ന് ചോദിച്ചു. ഒന്നും നോക്കാതെ പോയി പാർവതി ജയറാമിന്റെ കൂടെ. ഇപ്പോൾ 2 മക്കളെയും നോക്കി വീട്ടിലിരിക്കുന്നു. സംയുക്തയുടെ കൂടെ അഭിനയിക്കാൻ ബിജു മേനോനെ വിളിച്ചു. നല്ല അഭിനയം കാഴ്ചവെച്ച് മുന്നോട്ട് കുതിക്കുന്ന സംയുക്തയ്ക്ക് ബിജുവിന്റെ ഓഫർ, എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നെന്ന്. ക്ഷണം സ്വീകരിച്ച് ബിജു മേനോന്റെ ഭാര്യയായി സംയുക്ത ഗൃഹഭരണം ഏറ്റെടുത്ത് അഭിനയം നിർത്തി ജീവിക്കുന്നു. സംവിധായകൻ ഷാജി കൈലാസിന്റെ സ്നേഹത്തിന് കീഴടങ്ങി ആനി അഭിനയം നിർത്തിയപ്പോൾ പൂർണിമയുടെ അഭിനയം നിർത്തിച്ചത് ഇന്ദ്രജിത്താണ്. വാണി വിശ്വനാഥിന്റെ കയ്യിൽ തന്റെ കുടുംബത്തെ ഏൽപ്പിച്ചത് ബാബുരാജാണ്. മഞ്ജു വാര്യരെ ദിലീപ് പങ്കാളിയാക്കിയെങ്കിലും തിരിച്ച് സിനിമയ്ക്ക് തന്നെ കൊടുത്തു. ലിസിയെ പ്രിയദർശൻ കെട്ടി ഉപേക്ഷിച്ചപ്പോൾ സരിതയെ മുകേഷും കെട്ടി ഉപേക്ഷിച്ചു. സംവൃത സുനിൽ എന്ന കുട്ടിമുഖത്തെ കെട്ടി വീട്ടിൽ പൂട്ടിയത് അഖിൽ ജയരാജാണ്. സുധീർ ശേഖരമേനോൻ ദിവ്യ ഉണ്ണിയെ സിനിമയിൽ നിന്ന് പടിയിറക്കി കൊണ്ടുപോയപ്പോൾ നിത്യദാസിനെ കാശ്മീർ സുന്ദരൻ അരവിന്ദ് സിംഗ് കൈക്കലാക്കി. 18 സിനിമകളിൽ അഭിനയിച്ച് അതിൽ 10ലും ലാലിന്റെ നായിക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ നടി കാർത്തിക. നുണക്കുഴിയുള്ള ആ ചിരി ആരും മറക്കില്ല. എന്നാൽ വിവാഹശേഷം സിനിമയുമായോ ആരാധകർക്ക് ഒരു നിഴൽ കാണാൻ പോലും കൊടുക്കാതെ ഭർത്താവ് ഒളിപ്പിച്ചു കളഞ്ഞു കാർത്തികയെ. മേനകയെ സുരേഷ് കെട്ടി സിനിമയിലേക്ക് വിടാതെ വെച്ചപ്പോൾ മേനക മകൾ കീർത്തിയെ സിനിമയ്ക്ക് കൊടുത്തു. നല്ല ചിത്രങ്ങളുടെ ഭാഗമായ ഗോപികയെ സിനിമയിൽ നിന്ന് കെട്ടുകെട്ടിച്ചത് അജിലേഷ് ചാക്കോയാണ്. അഭിനയിച്ച് കത്തിജ്വലിക്കാൻ നിന്ന രഹ്നയെ നവാസ് നിക്കാഹ് കഴിച്ച് സിനിമാ മേഖലയിൽ നിന്ന് ഔട്ടാക്കി. ആൺകുട്ടിയായി ലാൽ ജോസ് സിനിമയ്ക്ക് തന്ന ആൻ അഗസ്റ്റിനെ ജോമോൻ ടി ജോൺ കൊണ്ടുപോയി. ധന്യ മേരിയെ ജോൺ ജേക്കബ് കല്യാണം കഴിച്ചപ്പോൾ ജോമോൾ എന്ന സിനിമയുടെ കുട്ടിത്തത്തെ സിനിമയിലൂടെ വളർന്ന മുത്തിനെ ചന്ദ്രശേഖരപിള്ള കൊണ്ടുപോയി. അംബികയുടെ സഹോദരി രാധയെ കൊണ്ടുപോയത് രാജശേഖരൻ നായരായിരുന്നു. രാധയെ സിനിമയ്ക്ക് കൊടുക്കാതിരുന്ന രാജശേഖരൻ മകൾ കാർത്തികയെ സിനിമയ്ക്ക് സമ്മാനിച്ചു. ഇന്ദ്രജ എന്ന വെള്ളാരം കണ്ണിയെ അപ്സർ കല്യാണം കഴിച്ച് സിനിമയിൽ നിന്ന് അകറ്റിയപ്പോൾ വൈശാലിയിലെയും ഞാൻ ഗന്ധർവനിലെയും സുബർണയെ വൈശാലിയിലെ നായകൻ സഞ്ജയ് മിത്ര കല്യാണം കഴിച്ച് അഭിനയം അവസാനിപ്പിച്ചു. മലയാള സിനിമയ്ക്ക് ഇവരെക്കൊണ്ടൊന്നും ഒരു നഷ്ടവും സംഭവിക്കാതിരിക്കാൻ കാരണം സുന്ദരിക്കുട്ടികൾ മലയാളത്തിന്റെ മണ്ണിൽ അണിയറയ്ക്കുള്ളിൽ ഒത്തിരിയുള്ളതുകൊണ്ടാണ്. ആരാധകരുടെ വേദന മാറ്റാൻ ഒരാൾ വിവാഹിതയായി അഭിനയം നിർത്തുമ്പോൾ വരും മയിൽപ്പീലി തുണ്ടുപോലെ മെലിഞ്ഞു കൊല്ലുന്നനെയുള്ള സുന്ദരിക്കുട്ടികൾ. എല്ലാ ദമ്പതികൾക്കും ദീർഘായുസ് നേർന്നുകൊണ്ട് ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.